പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പൈസ വാങ്ങി ഇന്ത്യൻ സേനയ്ക്ക് നേരെ കല്ലെറിയുകയും ചെയ്തവർ കശ്മീരിലുണ്ടായിരുന്നു. കള്ളപ്പണവും കള്ളനോട്ടും വരാതായതോടെ അവരൊക്കെ പണി നിർത്തി നല്ല കുട്ടികളായി. എന്നാൽ മലപ്പുറത്തെ ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കുറ്റിപ്പുറം KMCT ലോ കോളേജിൽ മാനേജ്മെൻറ്റിനോട് മുൻകൂർ അനുവാദം വാങ്ങിച്ചെന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനെ ലോ കോളേജിലെ SFI MSFകാർ തടഞ്ഞത്രേ. ഇങ്ങോട്ടൊന്നും വരേണ്ട എന്നാണ് അവരുടെ നിലപാട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കാൻ ചെല്ലും. അതും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് ഈ കോളേജിൽ വരരുതെന്ന് പറയാൻ ഒരുപറ്റം SFI MSകാർക്ക് എന്തവകാശം? ചികഞ്ഞു നോക്കിയാൽ നിരോധിത സംഘടനയായ PFIക്കാരും അതിനകത്ത് കാണുമായിരിക്കും. അല്ലെങ്കിലും ബാൻ വന്നതോടെ അവരെല്ലാം ഇപ്പോൾ കുട്ടിസഹാക്കളായല്ലോ. നാഴികയ്ക്ക് 40 വട്ടം ഫാസിസ്റ്റ് വിരോധം പറയുന്നവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നത് ഫാസിസം തന്നെ. അല്ലെങ്കിൽ അഭിഭാഷക കൂടിയായ ഒരു അമ്മ കൂടിയായ വനിതാ സ്ഥാനാർത്ഥിയെ ബലം പ്രയോഗിച്ച് ഇവർ തടയുമോ? കുറ്റിപ്പുറം പാകിസ്ഥാനിലാണോ എന്നൊരാൾ സംശയം ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? നമ്മുടെ KT ജലീലും ഫിറോസും ഒക്കെ ഇതൊന്നും കാണുന്നില്ലേ? അതോ അവരാണോ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടത്?